ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചിയ സീഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. സീഡ് സൈക്ലിംഗ് ഫോളോ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ ഞാനിപ്പം വെജിറ്റബിൾസിനൊക്കെ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് അതിന് പകരം ഉച്ചയ്ക്ക് കഴിക്കുന്നതാണിത്, ഈ പുഡിങ് കേട്ടോ. ഇത് മാത്രമാണ് ഉച്ചയ്ക്ക് കഴിക്കുക, പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കും. ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഗുണമേന്മ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സൂര്യകാന്തി വിത്തും വെളുത്തും എള്ളും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. ഒരാൾക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ചിയ സീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അലൈവ് സീഡാണ്, അതൊരു 1/4 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ കേട്ടോ. വെള്ളത്തിലിട്ടാൽ ചിയ സീഡ് പോലെ തന്നെ കുതിർന്ന് കിട്ടും. അതിലേക്ക് 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു മിനിമം 2 മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വെക്കുക, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ആയാലും കുതിർന്ന് കിട്ടും കേട്ടോ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കട്ടി തൈര് യോഗട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവക്കാഡോ അല്ലെങ്കിൽ ലോ കാർബ് ബെറീസ് എന്തെങ്കിലും ഡ്രൈഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ളതോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡ്രൈഡ് ക്രാൻബെറീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതധികം കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ, അത്ര സപ്പോർട്ടീവ് അല്ല. പിന്നെ 2 ടേബിൾ സ്പൂണോളം മത്തൻ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം വാൾനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലാക്സ് സീഡ് ദഹിക്കാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് നന്നായിട്ട് ചതച്ചരച്ചിട്ട് വേണം കഴിക്കാൻ, അല്ലെങ്കിൽ ഇതേപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അത്രയും സപ്പോർട്ടീവ് അല്ലാത്ത തേനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേന സ്കിപ്പ് ചെയ്യാം. വെയിറ്റ് ലോസ് ഒക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ വല്ലപ്പോഴും 2 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അല്ല, ഷുഗറുള്ളവരാണ്, മറ്റ് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തേന് കഴിക്കണ്ട. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ, തേനൊക്കെ ചേർത്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് എടുത്തതിന് ശേഷം കഴിച്ച് നോക്കാം കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തത് എന്താണെന്നറിയോ, നാട്ടിൽ പോയപ്പോൾ അവിൽ മിൽക്ക് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫീലാണ് കിട്ടിയത്. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു പീസ് ആപ്പിളോ അല്ലെങ്കിൽ വേറെ ഒരു കഷ്ണം പേരക്കയോ ഒരു 1/4 കേട്ടോ, അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആപ്പിൾ ചേർത്തിട്ട് കഴിച്ചപ്പോഴാണ് എനിക്കൊരു അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റായിട്ടൊക്കെ തോന്നിയത് കേട്ടോ. മറ്റുള്ള ഫുഡിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ 4/1 ഭാഗമൊക്കെ കഴിച്ചാൽ മതി. ഞാനിങ്ങനെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഉച്ചൻ്റെ സമയത്ത് ഇങ്ങനെയാണ് കഴിക്കുക. രാവിലെ മിക്കവാറും ഒരു ബട്ടർ കോഫി ആയിട്ടാണ് പോവുക, പിന്നെ ഉച്ചക്കാണ് ഇങ്ങനെ കഴിക്കുക. രാത്രി പിന്നെ വേറെ ഓംലെറ്റോ സലാഡൊക്കെ ആയിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ മടുക്കുന്ന സമയത്ത് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും തേനൊക്കെ ചേർത്തപ്പോൾ ഇതിൻ്റെ ഒരു കാർബ്സ് വാലിയൊക്കെ നോക്കിയിരുന്നു, അത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. ബദാം പാലോ തേങ്ങാപ്പാലൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു മധുരം മതിയാകും, തേനിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.